ഒരു ചെറിയ മനോഹരമായ പ്രദേശമായ മൃത്പൂരിൽ കണ്ണു എന്നു പേരുള്ള ചിരിച്ചു കളിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ കഥ അവളുടെ സ്വപ്നങ്ങളുടെ കഥയാണ്. കന്നുവിന് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്, ഒപ്പം തന്നെ പാചകം ചെയ്യുന്നതും. പക്ഷേ ദാരിദ്ര്യം കാരണം കന്നുവിന് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൾ തന്റെ മുത്തച്ഛന് അദ്ദേഹത്തിന്റെ കടയിൽ സഹായിയായി മാറി. മോളെ കണ്ണു, ഇത്രയും വേഗത്തിൽ എവിടെയാ പോകുന്നേ? കടയിലേക്ക് പോവുകയാണ് രാമു മാമ. മുത്തശ്ശൻ അവിടെ തനിച്ചാണ്. അങ്ങനെയാണോ? കടയ്ക്കോ? ശരി ശരി. ഇന്ന് കടയിൽ എന്താ ചെയ്തിട്ടുണ്ട്? ഞാൻ കടയിലില്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? നീ പറയുന്നതും നേരാണ്. നിന്റെ മുത്തശ്ശൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വയസ്സായില്ലേ? കുഴപ്പമില്ല, നീ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടല്ലേ? അതേ മാമ, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോയിക്കോട്ടെ. ശരി മോളെ, നന്നായിട്ട് പാചകം ചെയ്ത് നന്നായിട്ട് സമ്പാദിക്കണം. അയ്യോ ദൈവമേ, എപ്പോഴൊക്കെയാണ് ഞാൻ ധൃതിയിലുള്ളത്. അപ്പോൾ ഈ രാമുമാമ എന്തിനാ കാണുന്നത്? ഇപ്പോൾ ലേറ്റ് ആയല്ലോ. ഇങ്ങനെയായിരുന്നു കന്നുവിന്റെ ജീവിതം. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം. പക്ഷേ കന്നു എപ്പോഴും ചിരിച്ച് സന്തോഷമായി കളിച്ചുകൊണ്ടിരിക്കും. അയ്യോ മുത്തശ്ശ, ക്ഷമിക്കണേ, ഞാൻ വരാൻ ലേറ്റായി. ഒരു കുഴപ്പവും ഇല്ല കണ്ണു, പതുക്കെ തന്നെ വരൂ. ഇനിയും കടയിലേക്ക് കസ്റ്റമേഴ്സ് വന്നിട്ടില്ല. അതല്ലേ നല്ല കാര്യം. അല്ലെങ്കിൽ പാവം നിങ്ങൾക്ക് കഷ്ടമായിരിക്കും. ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ രാമുമാവിനെ കണ്ടു. അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യം ചോദിച്ചു. അതുകൊണ്ടാ ലേറ്റ് ആയത്. ചേടാ, ആ രാമു അങ്ങനെ തന്നെ മോളെ. ശരി, അവനെ വിട്ടേക്ക്. നിന്റെ ജോലി നീ പതുക്കെ തന്നെ ചെയ്യ്. ശരി മുത്തച്ഛ. ഒരു ദിവസം ഗ്രാമത്തിലെ മാർക്കറ്റിൽ നാരങ്ങ വിൽക്കുന്ന ആളെ കന്നു ശ്രദ്ധിച്ചു. തിളങ്ങുന്ന മഞ്ഞ നിറത്തിലെ നാരങ്ങ സൂര്യന്റെ കതിരുകൾ പോലെയാണ് തോന്നിയത്. അപ്പോഴാണ് കന്നുവിന്റെ ബുദ്ധിയിൽ ഒരു പുതിയ ഐഡിയ വന്നത്. അവൾ അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി. മുത്തച്ഛ, മുത്തച്ഛ, മുത്തച്ഛ. മോളെ കന്നു, എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ കാത് പൊട്ടിക്കുന്ന പോലെ ഉണ്ട്. എന്നോട് ക്ഷമിക്കും മുത്തച്ഛ. ഞാനിന്ന് മാർക്കറ്റിൽ നിന്നും തിരികെ വരുമ്പോൾ നാരങ്ങ വിൽക്കുന്ന കട കണ്ടു. അപ്പോഴാണ് എനിക്കൊന്ന് തോന്നിയത്. അതുകൊണ്ടാണ് വേഗം വീട്ടിലേക്ക് വന്ന് തുടങ്ങാമെന്ന് കരുതിയത്. നീ എന്താ ആലോചിച്ചു? അത് ഞാൻ പറയാം. എന്നെ വടയും പക്കോടയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. അത് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്ത് ചിന്തിച്ചെന്നാൽ അതിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന്. പുതിയതോ? അത് എന്താണ്? നോക്കൂ, ഇതാണ് ഫ്രഷായ നാരങ്ങ, മസാല, പഞ്ചസാര, പിന്നെ മൃദുവായ ബ്രെഡ്. ചേടാ, ഇതെല്ലാം വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ നാരങ്ങ അച്ചാറും ബർഫിയും ഉപയോഗിച്ച് ഒരു സാൻഡ്വിച്ച് ചെയ്യുകയാണെങ്കിൽ. കന്നു പറഞ്ഞത് കേട്ട് മുത്തച്ഛൻ അതിശയിച്ചു പോയി. നാരങ്ങ അച്ചാറ് പിന്നെ ബർഫിയും ഉപയോഗിച്ച് സാൻഡ്വിച്ചോ? ഇതെങ്ങനെ ചെയ്യാനാകും? പക്ഷെ അവളുടെ പ്രതീക്ഷ കണ്ടിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടിപൊളിയാണ്. ഇത് ശരിക്കും വളരെ നല്ല ആലോചനയാണ്. അതെയല്ലേ മുത്തച്ഛ? ശരി, വരൂ, നമുക്ക് ജോലി തുടങ്ങാം. ഇന്ന് നമ്മുടെ കടയിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ഈ സാൻഡ്വിച്ച് കഴിച്ച് സന്തോഷിക്കും. കന്നുവും മുത്തച്ഛനും പാചകം ചെയ്യാൻ തുടങ്ങി. കന്നു നാരങ്ങ നീരെടുത്തു. അതിൽ പഞ്ചസാരയും മസാലയും ഇട്ട് റെഡിയാക്കി. പുളിപ്പുള്ള രുചിയുള്ള നാരങ്ങ അച്ചാറ്. പിന്നെ മുത്തച്ഛൻ ബർഫിയിൽ 2 കഷ്ണം എടുത്തു. എന്നിട്ട് അതിന്റെ നടുക്ക് നാരങ്ങ അച്ചാർ വെച്ച് ഉണ്ടാക്കി പുതിയ കലപ്പടം. കന്നു ബ്രെഡിൽ വെള്ളരിക്ക, തക്കാളി, ഉള്ളി എല്ലാം ചേർത്തു. അങ്ങനെ അതും റെഡിയായി. മുത്തച്ഛ, ദേ നോക്കൂ, എന്റെ നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് റെഡിയായി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. കന്നു പറഞ്ഞതും മുത്തശ്ശൻ ഒരു വായ കഴിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. വൗ, അത്ഭുതമാണ് കന്നു. മോളെ, ഇത് വളരെ നന്നായിട്ടുണ്ട്. നീ ശരിക്കും അത്ഭുതം ചെയ്തു കളഞ്ഞു. ഇത് ശരിക്കും വളരെ രുചിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നേരാണോ? ഹേ, ഞാൻ ചെയ്ത് കാണിച്ചു. ഇനി ഇത് വാങ്ങിക്കാൻ ആളുകൾ ഓടി വരും. അവസാനം കന്നുവിന്റെ പരീക്ഷണം വിജയിച്ചു. അവൾ ഉടനെ ഒരുപാട് സാൻഡ്വിച്ച് ചെയ്തു. അത് അവളുടെ കടയിലേക്ക് കൊണ്ടുപോയി. അവിടെ കടയിൽ എന്തെഴുതിയിരുന്നെന്നാൽ കന്നുവിന്റെ നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച്. വരൂ വരൂ വരൂ, കന്നുവിന്റെ കൈകൊണ്ട് ചെയ്ത എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം കഴിച്ചു നോക്കൂ. മോളെ കന്നു, നീ എന്താ പറഞ്ഞു? പുതിയ കണ്ടുപിടുത്തമോ? അതെ അതെ, നിങ്ങൾ കേട്ടത് നേരാണ് രാമു മാമ. കന്നുവിന്റെ പുതിയ കണ്ടുപിടുത്തം നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച്. എന്ത്? നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ചോ? കന്നു പറഞ്ഞത് കേട്ടിട്ട് രാമു മാമ അല്പം പേടിച്ചുപോയി. ഇങ്ങനെയൊക്കെ ഒരു കണ്ടുപിടുത്തം കാണുമോ എന്ന്. പക്ഷെ അധികം രുചി കാരണം വീണ്ടും ഒരു പ്ലേറ്റ് വാങ്ങി.
അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. ഷടാ കൊള്ളാമല്ലോ കണ്ണു, ഈ നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് അടിപൊളിയായിട്ടുണ്ട്. വളരെ അത്ഭുതമാണ്, ശരിക്കും അത്ഭുതമാണ്. കേൾക്കൂ ഗ്രാമത്തിലെ മക്കളെ, നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നല്ലോ, അതുകൊണ്ട് പോകുമ്പോൾ എന്റെ മോള് കണ്ണു ചെയ്ത നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ചിനെ വാങ്ങിക്കൊണ്ടു പോകൂ. നിങ്ങൾ ഇതിന്റെ രുചിനെ എപ്പോഴും മറക്കാൻ പറ്റില്ല. കന്നുവിന്റെ നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് കഴിച്ച സന്തോഷത്തിൽ രാമു അങ്കിൾ അത് തുടർന്ന് കഴിച്ച് അതിനെക്കുറിച്ച് പ്രചാരവും ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ, കുറച്ചു സമയത്തിനകം കന്നുവിന്റെ കടയിലേക്ക് ജനങ്ങൾ കൂട്ടമായി വരാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ കന്നുവിന്റെ സാൻഡ്വിച്ച് കഴിക്കാനായി വന്നു. എന്തിന്, തലവനും വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ദിവസത്തിന്റെ അത്ഭുതമായ ഭക്ഷണം ഇതാണ്. കന്നുവിന്റെ അധ്വാനത്തിന് ബലനുണ്ടായി. ഇപ്പോൾ അവൾ പതുക്കെ പതുക്കെ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങി. അവൾക്ക് വിശ്വസിക്കാനായില്ല, ഇന്നലെ വരെ തനിക്ക് പഠിക്കാൻ പോലും കാശില്ലായിരുന്നു. പക്ഷേ ഇന്ന് നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് കാരണം അവൾ അത്രത്തോളം കാശുണ്ടാക്കി. പെട്ടെന്ന് തന്നെ അവൾ കോളേജിൽ അഡ്മിഷൻ വാങ്ങും. മുത്തച്ഛ, മുത്തച്ഛ. എടാ, എന്തു പറ്റി കണ്ണു മോളെ? മുത്തച്ഛ, ഇപ്പോൾ എന്റെ സ്വപ്നം വിജയിക്കും. നോക്കൂ, ഞാൻ എത്ര കാശുണ്ടാക്കി വെച്ചിരിക്കുന്നുവെന്ന്. നിങ്ങൾ നോക്കൂ, നാളെ തന്നെ ചെന്ന് ഞാൻ എന്റെ കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പോകുന്നു, അതും എന്റെ കാശുകൊണ്ട്. എനിക്ക് നിന്നെ വിചാരിച്ചാൽ സന്തോഷമായുണ്ട്. നിന്റെ ആലോചനയും നിന്റെ അധ്വാനവും കൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്തത്. ഇതെല്ലാവற்றிനും ആ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. ആ ദൈവമാണ് നിന്റെ കഷ്ടപ്പാടുകളെ സരി ചെയ്തത്. അതേ മുത്തച്ഛ, നേരാണ്. ഇതിനെയാണ് അധ്വാനത്തിന്റെ ബലൻ എന്ന് പറയുന്നത്. കന്നു ഉടനെ തന്റെ കോളേജിൽ അഡ്മിഷൻ വാങ്ങി. ഇപ്പോൾ അവൾ പഠിത്തത്തോടൊപ്പം കടയും നടത്തി. ഒപ്പം തന്നെ വ്യത്യാസമായ ആഹാര മത്സരങ്ങൾ, പിന്നെ ഗ്രാമത്തിലെ മത്സരങ്ങളിലും മത്സരിച്ചു. പുതിയ പുതിയ ആഹാരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ എന്നും എപ്പോഴും അവളുടെ സ്പെഷ്യൽ ആഹാരം നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് ആണ്. മുത്തച്ഛ, ദേ നോക്കൂ, ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് ഈ സമ്മാനം കിട്ടി. കൊള്ളാമല്ലോ, ഇത് ശരിക്കും നല്ല വിഷയമാണ്. എന്റെ കണ്ണുവിനെ ഇനി അവരും തടയാൻ സാധിക്കില്ല. നേരാണ്. കന്നു പതുക്കെ പതുക്കെ ആത്മവിശ്വാസത്തോടെ വിജയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം സിറ്റിയിലെ ഒരു ഫേമസ് ആയ ചെഫ് ഗ്രാമത്തിലേക്ക് വന്നത്. അദ്ദേഹം കന്നുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കന്നുവിനെ കാണാൻ ചെന്നു. ആ പെൺകുട്ടി നീയല്ലേ നാരങ്ങ അച്ചാർ ബർഫി സാൻഡ്വിച്ച് ചെയ്തത്? അതെ, അത് ഞാനാണ്. എന്താ, എന്തു പറ്റി? പേടിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീ എന്റെ കൂടെ സിറ്റിയിലേക്ക് വരണം. പിന്നെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ഷോവിൽ പങ്കെടുക്കണം. അവിടെ നിന്റെ സ്പെഷ്യൽ റെസിപ്പിനെ എല്ലാവർക്കും പഠിപ്പിക്കണം. കന്നുവിന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എന്ത്, സിറ്റിയിലേക്കോ? അതും കുക്കിംഗ് ഷോയോ? അതും ഞാനോ? ഞാൻ സിറ്റിയിലേക്ക് വന്നാൽ എന്റെ മുത്തച്ഛനെ പിന്നെ ആര് നോക്കും? അതിലെന്താ, നീ അദ്ദേഹത്തിനും കൂടെ തന്നെ കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ നിനക്ക് വാക്ക് തരാം, അവിടെ നിനക്ക് ഏതൊരു കഷ്ടപ്പാടും ഉണ്ടായില്ല. ചെഫ് പറഞ്ഞത് കേട്ടിട്ട് കന്നു ഒരുപാട് സന്തോഷിച്ചു. അവൾ തന്റെ മുത്തച്ഛനെ വിളിച്ചുകൊണ്ട് സിറ്റിയിലേക്ക് ചെന്നു. അവിടെ ആ കുക്കിംഗ് ഷോയിൽ അവൾക്ക് ഈ വർഷത്തിലെ മികച്ച ചെഫ് എന്ന പുസ്തകം കിട്ടി. പതുക്കെ പതുക്കെ കന്നു ഒരു വലിയ ചെഫായി. മുത്തച്ഛ, നിങ്ങളിത് കണ്ടോ? അവസാനം ഞാൻ എന്ത് സ്വപ്നം കണ്ടോ, അതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാനൊരു വലിയ ചെഫായി. അതെ മോളെ, നീ ശരിക്കും തന്നെ നിരൂപിച്ചു കാണിച്ചു. നിന്നെ ഓർത്ത് എനിക്ക് വളരെ ഗർവമായിട്ടുണ്ട്. എന്റെ കണ്ണു, എന്റെ ഭംഗിയുള്ള ചിന്ന കണ്ണു. പിന്നെ ഇങ്ങനെ കന്നുവിന്റെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിന് അവസാനമുണ്ടായി. ഇന്നവൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.